നമ്മളിന്ന് KSRTCയുടെ 8 പ്രധാന പദ്ധതികളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് കൺട്രോൾ സെൻ്ററാണ്. നമുക്കറിയാം KSRTC സംബന്ധിച്ച് നമുക്കുണ്ടായിരുന്ന 3-4 തടിമേശയും കസേരയും, അവിടെ 4-5 ലാൻഡ് ഫോണുകളും, അതെടുത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ശരിയാക്കുന്ന കുറച്ച് ജീവനക്കാരുമായിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറിക്കൊണ്ട് കേരളത്തിൽ ഓടുന്ന ഓരോ വണ്ടികളുടെയും നീക്കങ്ങളും കളക്ഷനും അതുപോലെ അതിൻ്റെ ഇപ്പോഴത്തെ ഓരോ നിമിഷത്തെയും പൊസിഷനും എല്ലാം, അതായത് യഥാർത്ഥ കൺട്രോൾ റൂം എന്ന് പറയുന്നത് എല്ലാം കാണാൻ പറ്റുന്ന, എല്ലാം അറിയാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അല്ല ഫോണിൽ വിളിച്ച് പറയുന്ന കാര്യം മാത്രമല്ല. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, ഈ കൺട്രോൾ സെൻറ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ ബസ് എവിടെ ഓടുന്നു, ഏതൊക്കെ ഓടുന്നില്ല, എത്ര ബസ് ഇന്ന് ഓടി, എത്ര ബസ് ഓടിയില്ല എന്ന് ഈ കൺട്രോൾ സെൻറ്ററിൽ ഇരിക്കുന്ന ആളിന് അറിയാൻ പറ്റും. ഏറ്റവും ആധുനികമായ ഒരു സെൻറ്റർ. KSRTC പോലെ ഇത്രയും വിപുലമായ, ഏതാണ്ട് 5000-ലധികം വാഹനങ്ങളുള്ള, 4000-ഓളം വാഹനങ്ങൾ ദിവസവും ഓടുന്ന, ജനങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ അതിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലുമില്ല എന്ന് പറയുന്നൊരവസ്ഥ മാറുകയാണ്. അതിൻ്റെ നിയന്ത്രണം ചീഫ് ഓഫീസിൽ വിരൽ തുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പരിഷ്കാരമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ ആദ്യം വേണ്ടത് അച്ചടക്കവും, സാമ്പത്തികമായ അച്ചടക്കം, ജോലി ചെയ്യുന്നതിനുള്ള അച്ചടക്കം, അവിടെ ഉണ്ടാകുന്ന ഒരു കൺട്രോൾ. ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്? KSRTCയുടെ CMD അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവരുടെ വിരൽത്തുമ്പിൽ നിയന്ത്രണം എത്താം. ഇന്ന് KSRTC എവിടെ നിൽക്കുന്നു എന്നറിയാൻ നമ്മൾ ആ നിയന്ത്രണം വേണം. അതിന് ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറയാം. KSRTCയിൽ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ മന്ത്രിയായിട്ട് വന്നവരോട് പറഞ്ഞു, 168 അക്കൗണ്ടുകളുണ്ട്, ഒരുപാട് അക്കൗണ്ടുണ്ട്, എന്തിനാണ് ഇത്രയും അക്കൗണ്ട്? അവരൊക്കെ എണ്ണം അവർക്കറിയത്തില്ല. അപ്പോൾ ഞാനങ്ങനെ FNCO ഷാജിയെ വിളിച്ച് ചോദിച്ചു. ഷാജി കണക്കെടുത്തു, 168 അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറയുന്നില്ല, 5, 10, 3 ഒക്കെ വെച്ച് കുറയാം. പക്ഷെ നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഞാനിതിനെ ഒറ്റ അക്കൗണ്ടിലേക്ക് മാറ്റി. എന്തെന്നാൽ ഈ ഒറ്റ അക്കൗണ്ട് FNCO സംബന്ധിച്ച്, ആ സെക്ഷനിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കണക്ക് കൃത്യമായി കാണാൻ പറ്റും. ഈ ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ, വേറെ എങ്ങും നോക്കേണ്ട കാര്യമില്ല. ഇതിലെന്ത് പൈസ വരുന്നുണ്ട്, ഇതിലെന്ത് പോകുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം തന്നെ ആ ഒറ്റ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത നിയന്ത്രണം കയ്യിൽ കിട്ടി. നമ്മളതിൽ എന്ത് പണമുണ്ട്, അത് എവിടെ ചിലവാക്കാം, എവിടെ ചിലവാക്കണ്ട എന്നൊക്കെ ഉള്ളൂ. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ശമ്പളം കൊടുക്കുന്ന മാത്രമല്ല, ഡീസൽ അടിക്കുന്ന മാത്രമല്ല, സ്പെയർ പാർട്സ് വാങ്ങുന്ന മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾക്കെതിരെ ഇതിനകത്ത് KSRTCയിൽ നിന്നവരും ഇതിൻ്റെ പുറത്ത് പോയവരും കൊടുത്ത ഒരുപിടി കേസുകളുണ്ട്. ഈ ചീഫ് ഓഫീസിലിരിക്കുന്ന നിങ്ങൾക്ക് ലോ സെക്ഷനിലും അടുത്തിരിക്കുന്നവർക്ക് നിങ്ങൾക്കറിയാം, നമ്മളിതകത്തിരുന്ന് ജോലി ചെയ്യുന്നു. പക്ഷേ നിങ്ങളെ പോലെ ഇവിടെ ജോലി ചെയ്തവർ പുറത്തു പോയി സംഘം ചേർന്ന് ഈ പ്രസ്ഥാനത്തിനെതിരെ കേസ് കൊടുത്ത വകയിൽ കോടാനുകോടി രൂപ കോടതി ഉത്തരവുകളിൽ നമ്മൾ കേസുകൾ പരാജയപ്പെട്ട് കൊടുക്കാനുണ്ട്. ഒരു ഗ്രാറ്റുവിറ്റി കേസുണ്ട്, 650 കോടി രൂപ നമുക്കെതിരെ വിധിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു ആവശ്യമുള്ള കാര്യങ്ങളല്ല. അറിയിക്കേണ്ട സമയത്ത് സത്യസന്ധമായി അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ട രേഖകൾ കൊടുക്കാത്തത് കൊണ്ടാണ് സംഭവിച്ചത്. തലവേദനകളാണ്. 2700 കോടി രൂപ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ദുഷ്ടത്തരം ചെയ്യാൻ വേണ്ടി, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുഷ്ടചിന്തയുള്ള ആളല്ല. എല്ലാം വളരെ പോസിറ്റീവായിട്ട് കാണുകയും ഉറക്കെ ചിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു തമാശ കേട്ടാൽ പൊട്ടിച്ചിരിക്കണം. ഇപ്പം ഞാൻ തമാശ പറയാറില്ല, പറഞ്ഞാൽ അത് വളച്ചൊടിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. എനിക്ക് തമാശ പറയാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ രഹസ്യമായിട്ട് തമാശ പറയേണ്ട ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യുക? അപ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ ഈ ഒരു പ്ലസൻ്റായിട്ട് ജീവിക്കണം. KSRTC ജീവനക്കാരെ പ്ലസൻ്റ് ആക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ശമ്പളം തരാൻ വേണ്ടി കഷ്ടപ്പെട്ടത്. ഈ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ വേണ്ടി വളരെ പണിപ്പെട്ടു. 2023 വരെയാണ് മുഴുവൻ കണക്കും ഓഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത്. നമ്മളെ സംബന്ധിച്ച് 2700 കോടി രൂപ ലോണുണ്ട് വിവിധ ബാങ്കുകളിൽ. നിങ്ങൾക്കറിയാം, കൺസോർഷ്യം എന്ന് പറഞ്ഞ സംഭവത്തിൽ ബാങ്കുകൾക്ക് ഒരു ദിവസം 1,19,00,000 രൂപയാണ് നമ്മൾ അടയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ മന്ത്രിയായി വരുമ്പോൾ 1,06,00,000 രൂപയുള്ളായിരുന്നു. ഇന്ന് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ച് അത് 1,19,00,000 രൂപയായി മാറി. അത്രയും കൂടി പണം നമ്മളൊരു ദിവസം കണ്ടുപിടിക്കേണ്ടി വരികയാണ്. ഈ ഒരു വ്യത്യാസം, ഈ 6-ൽ നിന്ന് 19-ലേക്ക് വരുന്നൊരു വ്യത്യാസം നമ്മൾ എല്ലാ ദിവസവും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അധിക ചിലവുകൾ വരെയാണ്. മറുവശത്ത് ഇങ്ങനെ കേസുകൾ പറഞ്ഞ് MACT കേസ് വൈകും തോറും 22% പലിശയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കണ്ടേ? കാരണം MACT കേസുകൾ പറയുന്നവർ സാധാരണക്കാരാണ്. റോഡിൽ പോകുന്ന ആളെ വണ്ടി ഇടിക്കുന്നു, മരിക്കുന്നു.
കോടതി 5 ലക്ഷം രൂപ വിധിക്കുന്നു. ആ കോടതി വിധി അനുസരിച്ച് വാങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. അവർ കൂടുതൽ അപ്പീലിന് പോകാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രയും പണം ചിലവാക്കി ഹൈക്കോടതിയിൽ ഒരു അഡ്വക്കേറ്റിനെ വെച്ച് അപ്പീൽ പോകാൻ അവർക്ക് കഴിയില്ല. കാരണം KSRTCയിലെ ഒരു ഡ്രൈവർക്ക് കഴിഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. KSRTC ഒരു ഡ്രൈവറോട് പ്ലാസ്റ്റിക് കുപ്പി ഇടരുതെന്ന് പറഞ്ഞതിന് അദ്ദേഹം ഒരു ദിവസം 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന വക്കീലിനെയാണ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്. ഞാൻ ഞെട്ടിപ്പോയി. സിനിമാ നടനായ എനിക്ക് പോലും പറ്റത്തില്ല. 3 ലക്ഷം രൂപയാണ് അദ്ദേഹം ഒരു സ്ഥലം മാറ്റം റദ്ദാക്കാൻ വേണ്ടി വക്കീലിന് കൊടുത്തത്. 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന വക്കീലാണ്, സീനിയർ അഭിഭാഷകനാണ് KSRTCക്കെതിരെ വാദിച്ചത്. എന്നാൽ ജയിച്ചോ? അതുമില്ല. പത്രക്കാർ ചോദിച്ചു, ഇങ്ങനെ അവർ കൊടുത്തിട്ടുണ്ട് പകർപ്പ്, കേസ് എങ്ങനെ ജയിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളവരുണ്ട്, ധനികന്മാർ കാണും. കാരണം നമ്മളെ വണ്ടി ഓടിക്കാൻ മടിച്ചിട്ട് മാനസിക രോഗമാണെന്ന് ഇവിടെ എഴുതി തരികയും എന്നിട്ട് അപ്പുറത്ത് ടിപ്പർ ലോറി ഓടിക്കാൻ പോവുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. മാനസിക രോഗമാണെന്ന് എഴുതി തരികയാണ്. എങ്ങനെയാണ് ഒരു ഓഫീസിൽ നിന്ന് വികാസ് ഭവനിലെ DTയെ പറ്റി ഒരു ദിവസം ഒരു പരാതിയായിട്ട് കിടക്കുന്നത്, ഇങ്ങനെ തന്നെ ജോലിക്ക് കയറ്റുന്നില്ല. എന്താ കാര്യം? അത് ഞാൻ സൂക്കടിൻ്റെ ലൈസൻസ് ഇത് കടലാസ് കൊടുത്തിട്ട് സ്വീകരിക്കുന്നില്ല. ഞാൻ നോക്കിയപ്പം വികാസ് ഭവനിലെ ഉദ്യോഗസ്ഥനെ ചീത്ത പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ചാൽ മാനസിക രോഗിയാണെന്നുള്ള അപേക്ഷ കടലാസാണ്. മാനസിക രോഗിയാളെ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യാൻ ഞാൻ എങ്ങനെ ആ ഉദ്യോഗസ്ഥനോട് നിർബന്ധിക്കും? അപ്പം നമ്മളിത് ഈ 2700 രൂപ കടമെടുക്കുമ്പോൾ അത് തിരിച്ചടയ്ക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ KSRTCക്ക് കടം കിട്ടാത്ത അവസ്ഥയായിരുന്നു. 2.5 കൊല്ലം മുമ്പ്, 2 വർഷം മുമ്പ് D കാറ്റഗറിയായിരുന്നു. റിസർവ് ബാങ്കിൻ്റെ D കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് കാറ്റഗറിയാണ്. ഇന്ത്യയിലെ ഒരു സ്വർണ്ണ പലിശക്കാരൻ്റെ നിന്ന് പോലും നമുക്ക് പൈസ കിട്ടുന്നില്ല. സ്വർണം പൈസ എടുക്കാൻ പോലും പറ്റത്തില്ല KSRTCയുടെ പേരിൽ. അത് മാറി നമ്മൾ കടങ്ങളെല്ലാം കൃത്യമായി അടയ്ക്കാൻ തുടങ്ങി. കറക്റ്റ് ബാലൻസ് ഷീറ്റ് കൊടുത്തു. C കാറ്റഗറിയിലേക്ക് വന്നു. C കാറ്റഗറിയിലേക്ക് വന്ന് നമ്മൾ 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളം തരാൻ തുടങ്ങി. ഈ ശമ്പളം തരാൻ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ സർക്കാർ 50 കോടി രൂപ കൊടുക്കുന്നുണ്ട് എല്ലാ മാസം. അത് സമയത്ത് കിട്ടാത്തത് കൊണ്ട് പലിശ ഇനത്തിൽ നമുക്കൊരു 50 ലക്ഷം രൂപ അധികം ചിലവാകുന്നുണ്ട്. ആ പൈസ സർക്കാർ തരത്തില്ല, നമ്മൾ കണ്ടെത്തണം, KSRTC കണ്ടെത്തണം. അപ്പോൾ ചില നടപടി എടുക്കേണ്ടി വരും. അതെടുക്കാതെ പറ്റൂല. അത് ചെലവ് കുറയ്ക്കുക എന്നുള്ള നടപടിയല്ല, വേറെ ഒന്നുമില്ല. വെറും മുറുക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ്. ചെലവ് കുറയ്ക്കുക, വരവ് കൂട്ടുക. നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് നമ്മൾ B കാറ്റഗറി കൃത്യമായി ഓവർ ഡ്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുകയും കൃത്യമായി പൈസ അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മളെ ഈ റിസർവ് ബാങ്ക് BB കാറ്റഗറിയിലേക്ക് മാറ്റി. BB കാറ്റഗറിയിലേക്ക് മാറുമ്പോൾ 0.2% പലിശ കുറഞ്ഞു കിട്ടും. 2700 കോടി രൂപയ്ക്ക് 0.2% എന്ന് പറയുമ്പോൾ വലിയ ഒരു സംഖ്യയുടെ കുറവ് സേവിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു ആശയം പറഞ്ഞു. ഞാൻ ദുഷ്ടനാണ്, എൻ്റെ ബുദ്ധിയില്ല, എനിക്ക് ദുഃഖിളക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു വിരോധമില്ല. പക്ഷേ ഞാനൊരാശയം പറഞ്ഞു. MACT കേസുകൾ, പാവങ്ങൾ കേസ് പറഞ്ഞ് 5 ലക്ഷം വിധിച്ചു, പാവപ്പെട്ടവരാണ്, അപ്പീൽ പോകാൻ വക്കീലിന് കൊടുക്കാൻ പൈസയില്ല, വിഷമിക്കുന്ന പാവങ്ങളാണ്. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അദാലത്തുകൾ വെച്ച് കേസ് തീർക്കണം. അപ്പോൾ ഹെന്ന ചുമതല എടുത്തപ്പോൾ ഞാൻ ഹെന്നോട് പറഞ്ഞു, ഞാനൊരാശയം പറയുകയാണ്, എല്ലാ ബഹുമാനപ്പെട്ട കോടതികളെ അറിയിക്കുക, എല്ലാ വക്കീലന്മാരെ ഞാൻ നേരിട്ട് ഫോൺ ചെയ്തു. നമ്മുടെ ട്രാൻസ്പോർട്ട് വക്കീലന്മാരെ എന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഒരു അദാലത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും ജില്ലാ ജഡ്ജിമാരോടും നമ്മൾ അഭ്യർത്ഥിച്ചു, ഒരു അദാലത്ത് നടത്താൻ അനുവദിക്കണം. കോടതി വിധിച്ച തുക 5 ലക്ഷം രൂപ വിധിച്ചെങ്കിൽ ആ 5 ലക്ഷം രൂപ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ്. 30 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കെട്ടിവയ്ക്കാം പൈസ. അപ്പോൾ ഷാജി പറഞ്ഞ സാറേ പൈസ ഇല്ല, മതി, ഉള്ള പൈസ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കെട്ടും. അപ്പോൾ എന്താണ്, അങ്ങനെ അദാലത്ത് വെച്ചു. ഏതാണ്ട് 231 കേസുകളാണ് ഇന്നലെ വരെ ഹെനയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ജില്ലാ ജഡ്ജാണെങ്കിൽ അദ്ദേഹം വിധിച്ചു കഴിഞ്ഞാൽ അപ്പീലില്ല, അവിടെ വെച്ച് തീർന്നു, സെറ്റിൽ ചെയ്ത് തീർന്നു. നമ്മുടെ 231 കേസുകൾ അവസാനിച്ചു, കോടതി കേസുകൾ. അതിലൂടെ KSRTCക്ക് കൊടുക്കേണ്ടിയിരുന്ന പൈസ, പലിശയുടെ തീർത്ത് കൊടുക്കേണ്ടുന്ന പൈസ പോയിട്ട് മുതൽ മാത്രം കൊടുക്കാൻ കോടതി നിർദ്ദേശിച്ചു, സെറ്റിൽ ചെയ്തു. KSRTC കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 8.6 കോടി രൂപ ലാഭമുണ്ട്. 231 കേസും തീർന്നു. നിങ്ങൾ ആലോചിക്കണം, ശരി കാര്യമില്ല. 231 കേസിന് വക്കീലിന് ഫീസ് കൊടുക്കണം, കേസ് കിടക്കണം, കേസ് തോക്കണം, പിന്നെ അപ്പീൽ പോകണം, ഇത് തന്നെ ജോലി. ഇതെല്ലാം അവസാനിച്ച് 231 കേസ് തീർന്നു. ജീവനക്കാർക്കെതിരെ 3500ഓളം കേസുകളുണ്ടായിരുന്നു. അതിൽ അദാലത്ത് വെച്ച് 2500 തീർത്തു. ഞാനിപ്പോൾ ഷാജിയോട് ചോദിക്കുകയായിരുന്നു, ഞാൻ തന്നെ നേരിട്ടാണ് ഹിയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ ഹിയർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരും, ഞാൻ തന്നെ കേൾക്കും. കാരണം അനീതി ഉണ്ടാവാൻ പാടില്ല. 2 രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചതുകൊണ്ട് 2 ജീവനക്കാർക്ക് ഒരേ കുറ്റത്തിന് 2 ശിക്ഷ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ നീതിപൂർവ്വം എന്നോട് തന്നെ സംശയമുള്ളതല്ല എന്നോട് ചോദിച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. എന്നോട് ചോദിച്ചത് എല്ലാവർക്കും രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും ഒരേ നീതി. 2500 കേസുകൾ ജീവനക്കാർക്കെതിരെ ഉണ്ടായിരുന്ന 2500 കേസുകൾ തീർന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് KSRTCയിൽ ഉണ്ടായിട്ടുണ്ടോ? മനസ്സമാനായിട്ട് ജീവിച്ചൂടെ ജീവനക്കാർക്ക്? പെൻഷൻ പറ്റാൻ നേരം ഇത് വരത്തില്ലേ, പിടിക്കില്ലേ ഈ സാധനം? പെൻഷൻ പറ്റി കഴിയുമ്പോൾ പെൻഷൻ മാറാതെ കിടക്കില്ലേ? ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. 2500 കേസുകൾ തീർത്തു. ഇനി 1000-ൽ താഴെ കേസുകളെ ഉള്ളൂ. അതും പെട്ടെന്ന് തന്നെ തീർക്കാൻ തീരുമാനിച്ചു. ഇതൊന്നും ഈ ഫയലുകൾ ഈ ആഫീസിൽ കിടന്ന് ഇങ്ങനെ ചവിട്ടി തേച്ച് ആളുകളെ പെൻഷൻ കിട്ടാതാക്കുക. പെൻഷൻ ഫയലുകൾ ഇവിടെ വരട്ടെ.
എല്ലാം ഇനി ഒരു ഓഫീസിലും വെച്ചേക്കേണ്ട, എല്ലാം ചീഫ് ഓഫീസറിലേക്ക് വരട്ടെ. ഇവിടെ നിന്നാണല്ലോ പെൻഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെ പേപ്പർ വേണം ചോദിച്ചാൽ നാളെ ആ പേപ്പർ കൊണ്ടുപോകുക, അടുത്ത ദിവസം അടുത്ത പേപ്പർ കൊണ്ടുപോകുക, അങ്ങനെ നടത്താറില്ല. ഒരു ലിസ്റ്റുണ്ട്, ആ ലിസ്റ്റ് പ്രകാരമുള്ള പേപ്പറുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നേരെ ഡിപ്പോയിൽ നിന്ന് ചീഫ് ഓഫീസിലേക്ക് അയക്കുക, ഇവിടെ വെച്ച് പെൻഷൻ നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെ ഒരു കൃത്യതയും ഒരു അച്ചടക്കവും നമുക്ക് വേണം. എല്ലാം കമ്പ്യൂട്ടറിലേക്ക് മാറി. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി, ഒരു വലിയ വിജയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഡ്രൈവിംഗ് സ്കൂളിന് ഏതാണ്ട് 21ാമത്തെ ഡ്രൈവിംഗ് സ്കൂൾ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ മഹേഷ് MLA ഉദ്ഘാടനം. ഞാനിപ്പോൾ വയനാട്ടിലെ ബാലകൃഷ്ണൻ IC ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിന് വയനാട്ടിൽ 22, 23 നമ്മൾ 21 തീർന്നു കഴിഞ്ഞല്ലേ, 21 കഴിഞ്ഞ് ഇനി പുതിയ തുടങ്ങും. ബാക്കി ഒരു 9 കൂടെ ചെയ്യണം, 30 ആക്കും നമ്മൾ. ഇപ്പോൾ ഇതുവരെ KSRTCയുടെ കളക്ഷൻ, അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഇന്നലെ വരെ 1,75,00,000 രൂപയ്ക്ക് മേലാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഏറ്റവും നല്ല കുട്ടികളെ ഇന്നലെ 28 ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ലേ, ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചേർത്തിരിക്കണം. അവർ 20% അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തു. SC വിഭാഗത്തിൽപ്പെട്ടവർക്ക്, ST വിഭാഗത്തിൽപ്പെട്ടവർക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന് 20% ഫീസ് ഇളവ് കൊടുത്തു. ഇതൊന്നും കൊണ്ട് നമ്മൾ നശിച്ചില്ല, നമ്മളെ നശിക്കില്ല. നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം കിട്ടി, KSRTCയിൽ ജനങ്ങൾ വന്നു കയറി, റെക്കോർഡ് വരുമാനം നേടി, ജീവനക്കാരെ എടുക്കണം. അതിനോടൊപ്പം നമ്മൾ ഇവിടുത്തെ പബ്ലിസിറ്റി ഉണ്ട്. മോഹൻലാലിനെ പോലുള്ള മഹാനടനെ കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റി ഭയങ്കരമായ പരസ്യം. നിങ്ങളെന്താ പറയുക, നമ്മൾ ട്രാൻസ്പോ നടത്തി 60 കോടി രൂപയ്ക്ക് മേലുള്ള പരസ്യം KSRTC കിട്ടിയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് നിങ്ങൾ കഠിനാധ്വാനപ്പെട്ടെങ്കിൽ അതിന് ഫലമുണ്ട്. KSRTC ജീവനക്കാരെ 60 കോടിയുടെ പരസ്യം. അതാണ് ഓണത്തിന് ഇത്രയും പൈസ വന്നത്. പുതിയ വണ്ടികൾ, കാണാൻ ഭംഗിയുള്ള വണ്ടികൾ, സൗകര്യങ്ങൾ, അതിലെ വൃത്തി, വെടിപ്പ്. ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ പേരിൽ ഒരു വഴക്കുണ്ടായെങ്കിലും ഞാൻ ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു വണ്ടിക്കകത്ത് ഇന്നൊരു പ്ലാസ്റ്റിക് കുപ്പിയോ മാലിന്യോ കാണിക്കാമോ? അതിനെതിരെ നെഗറ്റീവായും ആ പബ്ലിസിറ്റി വളരെ നന്നായി. മന്ത്രി മുട്ടുമുടക്കിയോ കമന്ന് വീണോ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അതോടെ നമ്മൾ നന്നായി, നമ്മുടെ വണ്ടികളെല്ലാം വൃത്തിയായി. ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ഒരു മാലിന്യോ നമ്മുടെ വണ്ടികളില്ലാതെ ശ്രദ്ധിക്കാൻ ഡ്രൈവർമാരും കണ്ടക്ടർമാരും തയ്യാറാകുന്നു. രാവിലെ വണ്ടി കഴുകി പൂജ ചെയ്ത് മാലയിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരുണ്ട്. അത് ഈ പ്രസ്ഥാനത്തിന് അഭിമാനമാണ്. ആ ചെയ്യുന്ന ജോലിയെ ദൈവതുല്യമായി കാണുന്ന അത്തരം ജീവനക്കാർ ഈ പ്രസ്ഥാനത്തിന് അഭിമാനമാണ്. ഞാൻ പറയില്ല 95%. ഇപ്പം മാധ്യമ പ്രവർത്തകർ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ വിജയം എന്താണ്? ആ വണ്ടിയിൽ പോകുന്ന ഡ്രൈവറുടെയും ആ കോർഡിനേറ്ററുടെയും മാന്യമായ പെരുമാറ്റം, അസൗകര്യങ്ങളില്ലാതെ യാത്രക്കാരെ കൊണ്ടുപോയിട്ട് വരുന്ന ആളുകൾ, സുരക്ഷ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില സഹോദരിമാരൊക്കെ പോകും, തനിച്ചാ പോകുന്നേ, പൂർണ്ണ സുരക്ഷിതത്വമാണ്. കൊട്ടാരക്കരയിൽ നിന്ന് പത്തനാപുരത്തൊക്കെ പോകുന്നവർ പറയും ഭയങ്കര സുരക്ഷിതത്വം, ഒന്നും അറിയണ്ട. ഇപ്പം തമിഴ്നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. തമിഴ്നാട്ടിലെ പോയി ഹോട്ടലുകളുമായി എല്ലാം സംസാരിച്ച് ഏറ്റവും നല്ല ഹോട്ടലുകൾ, ഏറ്റവും നല്ല പാക്കേജ്, അവിടെ പോയി മുറിയെടുക്കുമ്പോൾ KSRTCക്ക് 10 കാശ് കിട്ടും. അതിനുള്ള ഏർപ്പാടും ചെയ്തു. നല്ല കടകളിൽ ആഹാരം കഴിക്കാൻ നിർത്താൻ തുടങ്ങി. അന്നും മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെറുതെ എനിക്കെതിരായിട്ട്. ഇപ്പോൾ എന്താ എല്ലായിടത്തും നല്ല ലേഡീസ്, നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടോ, ലേഡീസിന് ടോയ്ലറ്റ് 2 ജെൻസിന് 2 ടോയ്ലറ്റ്, വൃത്തിയുള്ള അടുക്കള, ഡൈനിങ് ഹാള്, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഇതെല്ലാം ഒരുക്കിയപ്പോൾ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ. അത് മാത്രം മതി. KSRTC വെറും 10 രൂപ മതി. പക്ഷേ യാത്രക്കാരെ എണ്ണം കൂടി കുടുംബസമേതം യാത്ര ചെയ്യാം KSRTC. കാരണം നല്ല സ്ഥലത്ത് നിർത്തും, സമയത്തിന് നിർത്തും, നല്ല ഫുഡ് വാങ്ങിച്ചു തരും. ഇത് തന്നെയാണ് കാരണം. KSRTC ജീവനക്കാരെ പെരുമാറ്റം. കഴിഞ്ഞ ദിവസം കുഞ്ഞിൻ്റെ കൺസേൺ കറന്നുപോയതിനെ പറ്റി പറഞ്ഞു. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിരുത്തി അവർക്ക് ഒരു മൊമെൻറ്റോ കൊടുത്ത്, അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് ടൂറിസത്തിൽ നമ്മൾ പുതിയ പരിപാടി ഇന്ന് തുടങ്ങുകയാണ്. പിൽഗ്രിം ടൂറിസം. കേരളത്തിനകത്തും പുറത്തുമുള്ള ക്ഷേത്രങ്ങൾ, പള്ളികൾ, മോസ്കുകൾ, ഈ സ്ഥലങ്ങളിലേക്ക് സ്ഥിരമായി നമ്മൾ ടൂറിസം നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരും. പെർമിറ്റിൻ്റെ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നമ്മുടെ തമിഴ്നാട് ചേർത്തുകൊണ്ട് ഇന്ന് ഒരു പിൽഗ്രിം ടൂറിസം ആരംഭിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും 5 ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും KSRTC വാഹനത്തിൽ വരുന്നവർക്ക് പ്രത്യേക സൗകര്യം ചെയ്തു കൊടുക്കാൻ നടപടിയെടുക്കാമെന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി അദ്ദേഹമായിട്ട് ഇന്നലെ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. 5 ദേവസ്വം ബോർഡിനെയും പ്രസിഡന്റുമാരെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ പ്രമോദ് ശങ്കറും പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം അടിയന്തരമായി അദ്ദേഹം ഒരാഴ്ചയ്ക്കുള്ളിൽ വിളിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പോകുന്നവർക്ക് ഒരു പ്രത്യേക പരിഗണന, എത്ര തിരക്കുണ്ടെങ്കിലും നമുക്കൊരു പ്രത്യേക ക്യൂയിലൂടെ കയറി തൊഴുതു പോരാൻ പറ്റുന്ന ഒരു സൗകര്യം നമ്മളുണ്ടാക്കും. ഗുരുവായൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു പ്രത്യേക ക്യൂയിലൂടെ കയറി തൊഴുതു വരാനുള്ള സൗകര്യം ചെയ്തു തരാം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടും ബോർഡ് മെമ്പർമാരോടും ഞാൻ നേരിട്ട്, അഡ്മിനിസ്ട്രേറ്ററോടും ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ തിരക്കിനിടയിൽ ഇപ്പോൾ ശബരിമല ആയാലും ശരി, നമ്മുടെ വണ്ടികളിൽ വരുന്നവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ KSRTCയുടെ പരസ്യം, അത് നിങ്ങൾ അറിഞ്ഞില്ല. KSRTC പരസ്യം നമ്മൾ ടെൻഡർ ചെയ്തു.
കഴിഞ്ഞ തവണ പരസ്യം എടുത്ത ആളെ ഒട്ടിക്കാൻ സമ്മതിച്ചില്ല. ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങളുടെ പേരിൽ നമുക്ക് 43 കോടി രൂപയാണ്. 43 കോടി രൂപ ചെറിയ സംഖ്യയല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, കണക്ക് കൂട്ടിയിട്ട് ട്രാൻസ്പോർട്ടിൻ്റെ ചുമതല അഡീഷണൽ സെക്രട്ടറി ഫയലിൽ എഴുതിയാണ് 43 കോടി രൂപ. അതായത് 9.5 കോടി രൂപയ്ക്ക് 5 വർഷത്തേക്ക് ഒരാൾക്ക് ആദ്യത്തെ വർഷം 9.5 കോടി രൂപ ഒരാൾ ടെൻഡർ വിളിച്ചെടുക്കാം. അയാൾ 2ാം വർഷം അതിൻ്റെ 10% വർധനയോടെ അടയ്ക്കണം. 9 കോടി 80 ലക്ഷം രൂപ അതിൻ്റെ 10% വർധനയോടെ 2ാം വർഷം. 3ാം വർഷം അതിൻ്റെ ആ തുകയുടെ 10% വർദ്ധിപ്പിച്ച് അടയ്ക്കണം. ഒരു കൊല്ലം അയാളെ ഒട്ടിക്കാൻ സമ്മതിച്ചു, എഗ്രിമെൻ്റ് ഇട്ടില്ല. 2ാം കൊല്ലം അയാൾ എഗ്രിമെൻ്റ് ഇടാൻ പറഞ്ഞു, പോടാന്ന് പറഞ്ഞു. എന്തിനാന്ന് പറയാം, അങ്ങനെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇങ്ങനെ പോടാന്ന് പറയാൻ പറ്റത്തില്ല. പോയി അയാളെ വിടാൻ സമ്മതിച്ചില്ല, അയാൾ വിട്ടിട്ട് പോയി. അയാൾക്കുള്ള പൈസ നമ്മൾ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 1 വർഷത്തെ പൈസ അയാൾ അടച്ചു. 2ാം കൊല്ലം മുതൽ ഇത് കൊടുത്തില്ല. ഈ 4 വർഷം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് 42 കോടി രൂപ. അത് കഴിഞ്ഞ് ഈ സ്ഥിരം വ്യവഹാരക്കാരെ ഒഴിവാക്കി ടെൻഡർ വിളിച്ചു. ടെൻഡർ വിളിച്ചപ്പോൾ അതിന് കേസിന് പോയി. നിരന്തരമായി കേസ് പറഞ്ഞ് അവസാനം നമ്മൾ കേസ് ജയിച്ചു, അവർ തോറ്റു. KSRTC സാറിന് തോക്കാറാണ് പതിവ്, പക്ഷെ നമ്മൾ കേസ് ജയിച്ചു, അവർ തോറ്റു. 2ാമത് ടെൻഡർ ചെയ്തു, ആരും വന്നില്ല. അങ്ങനെ ഒരു കളി വേണ്ട എന്ന് തീരുമാനിച്ചു. പുതിയ സോഫ്റ്റ്വെയർ ഇന്ന് റെഡി ആയിട്ടുണ്ട്. കേരളത്തിലുള്ള ആർക്കും, ഏതും പുരുഷനോ സ്ത്രീക്കോ ആർക്കും 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും ഇനി KSRTCക്ക് വേണ്ടി പരസ്യം പിടിക്കാം. എംപാനൽ ചെയ്താൽ മതി. ഒരു 5,000-10,000 രൂപ തീരുമാനിക്കും. അത് അടച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരുണ്ടാവും, എനിക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് കിട്ടും. ഞാൻ ഐഡൻറ്റിറ്റി കാർഡ് ഫോട്ടോ വെച്ച് ഐഡൻറ്റിറ്റി കാർഡ് മാറ്റി എനിക്ക് എവിടെ ചെന്ന് വേണമെങ്കിലും പിടിക്കാം. പരസ്യം 1 ലക്ഷം രൂപ പരസ്യം പിടിച്ചുകൊണ്ട് വന്നാൽ ആ പരസ്യം ഒട്ടിക്കാനുള്ള പൈസ അതിൻ്റെ കൂടെ വരും. ആ പരസ്യം കൊണ്ടുവന്ന് ആ പരസ്യത്തിൻ്റെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഈ കൊണ്ടുവരുന്ന എംപാനൽ ചെയ്ത ഈ വ്യക്തിക്ക് അന്ന് തന്നെ അതിൻ്റെ 10% കമ്മീഷനായിട്ട് വരും. ഇനി കേരളത്തിലെ പരസ്യത്തിൻ്റെ പേര് പറഞ്ഞ് KSRTC ആരും പറ്റിക്കണ്ട. ആർക്കും, ജീവനക്കാരായ നിങ്ങൾക്കും പിടിക്കാം. നിങ്ങളൊരു സ്വർണ്ണക്കടല പരസ്യം കൊണ്ടുവന്നു, പഞ്ചായത്ത് മെമ്പർമാർക്ക് പിടിക്കാം, രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും സ്റ്റുഡൻസിനും 18 വയസ്സ് കഴിയണം. കാരണം 18 വയസ്സിൽ ജോലി ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് സ്റ്റുഡൻസിന്, കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏതെങ്കിലും ജൂവലറിയുടെ തുണിക്കടയുടെ പരസ്യം പിടിച്ച് KSRTC തരാം. പരസ്യം ഒട്ടിച്ച് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ 10% അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇതാണ് സിസ്റ്റം. അതിനുള്ള സോഫ്റ്റ്വെയർ റെഡി ആയിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിച്ചാൽ ഞാൻ ഈ എംപാനൽ ചെയ്യണം. കാരണം എല്ലാവരും വന്നെടുത്തോളം പറഞ്ഞാൽ ഒരു കണക്കുണ്ടാവില്ല. ചിലപ്പോൾ പറ്റിപ്പുകളൊക്കെ നടക്കും നാട്ടിൽ. പക്ഷേ എംപാനൽ ചെയ്താൽ നമ്മുടെ ഈ ലിസ്റ്റുണ്ട്. നമ്മൾ 1000 പേരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1000 പേര് കൊണ്ടുവരുന്ന പരസ്യത്തിനാണ് ഈ 10%. നേരിട്ട് കൊണ്ടുവന്നാൽ അതിനെക്കുറിച്ച് ആലോചിക്കാം. ഒരു കമ്പനിക്കാരൻ നേരിട്ട് വരികയാണ് എൻ്റെ പരസ്യം ചെയ്യാൻ, അതും നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ കാര്യം ആലോചിക്കാം. അങ്ങനെ നമ്മളെ തോൽപ്പിക്കാം എന്നാരും വിചാരിക്കണ്ട. നമ്മൾ ആ ഐഡിയ ഇല്ലെങ്കിൽ അടുത്ത ഐഡിയ, അത്രയേ ഉള്ളൂ. നമ്മൾ ഇനിയും പരസ്യം ചെയ്യും. ഇതൊരു പർട്ടിക്കുലർ 12,000 വണ്ടി, 1,000-1,500 വണ്ടി ഇതിനു വേണ്ടി മാറ്റി വയ്ക്കും. ഈ ചെറുപ്പക്കാർക്ക്, ഈ പുതിയൊരു ജനറേഷനിൽ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആകുന്ന പോലെയും വേറൊന്നുമില്ല. ഇതിൽ എംപാനൽ ചെയ്ത് കയറുക, ഇൻഷുറൻസ് ഏജന്റിനെ പോലെ പിടിക്കുക, പൈസ അടയ്ക്കുക, പൈസ അടയ്ക്കുന്ന ദിവസം അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യും. അത് ഈ സോഫ്റ്റ്വെയർ വഴി തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് നമ്മുടെ ഐഡിയ. അത് നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ സോഫ്റ്റ്വെയർ ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചെയ്തെന്ന് പറയരുത്, സംഗതി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിന് അവർക്ക് ചേരാനുള്ള അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു. അത് 2 ദിവസം കൊടുക്കും. പിന്നീട് ഞാൻ പറയുന്ന ഹാപ്പി ലോങ് ലൈഫ് കാർഡാണ്. നിങ്ങൾക്കറിയാം, KSRTC ജീവനക്കാർ ഓണം ആഘോഷിച്ചു. നിങ്ങളിന്ന് ഉത്സാഹത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. എന്നെ നിങ്ങൾ കാണുന്നത് ഒരു മന്ത്രിയായിട്ടല്ല, ഒരു സിനിമാ നടനും ഒരു കൂടപ്പുറപ്പുമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി എനിക്കിതുകൊണ്ടൊന്നും നേടാനില്ല. നിങ്ങൾ എന്നെ കാണുന്നത് ഒരു കൂടപ്പുറപ്പിനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഒരു മന്ത്രിയായിട്ടല്ല. ഞാൻ നിങ്ങൾക്ക് എങ്ങനെങ്കിലും ഇതിനെ ഒന്ന് കൈപിടിച്ചു വരുത്താനുള്ള ആഗ്രഹത്തോടെ വന്ന ആളാണ്. അതിൽ നിങ്ങൾ നൽകുന്ന സഹകരണം അതിഗംഭീരമാണ്. ഇനി ഇടയ്ക്ക് സമരങ്ങളും പ്രസംഗങ്ങളും ഒക്കെ എനിക്ക് രസമാണ്. അതൊന്നും കുഴപ്പമില്ല. ഞാനെപ്പോഴും പറയേണ്ടത് എൻ്റെ ഒരു കോലം കത്തിച്ചാൽ എനിക്ക് അന്ന് സന്തോഷമാണ്. കാരണം വെച്ചാൽ അത്രയും കൂടി എൻ്റെ വാല്യൂ രാഷ്ട്രീയത്തിൽ ഉയർന്നല്ലോ എന്നുള്ളതാണ്. എൻ്റെ കോലമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ കളർ ഗ്രൂപ്പൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടൊന്ന് ഇടിച്ച് അങ്ങനെയൊക്കെ വെച്ച് നല്ല സുന്ദരനാക്കി പൗഡറൊക്കെ ഇട്ടിട്ട് കത്തിക്കണ്ടേ. അപ്പോൾ അത്രയും ഒരാളെ എനിക്ക് വേണ്ടി മെനക്കെടുമ്പോൾ, 2-4 പേരെ വേണ്ടി മെനക്കെടുമ്പോൾ ഞാൻ അതിൽ അഭിമാനിക്കണ്ടേ. എന്നോട് എന്ത് മാത്രം സ്നേഹം ഉണ്ടായിട്ടാണെന്ന് ചിന്തിക്കുന്നതാണ്. പിന്നെ കറുത്ത കുടി കാണിക്കുക, ഞാൻ മിക്കവാറും ദിവസം കറുത്ത ഉടുപ്പായിരുന്നേ. അപ്പോൾ അതും എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊന്നും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഈ കാര്യത്തിൽ എന്ത് വിമർശനം നേരിട്ടാലും ഞാൻ വണ്ടി പിടിക്കാൻ ഉദ്യോഗസ്ഥരോട് പറയുന്നു, ഹോൺ അടിക്കരുതെന്ന് പറയുന്നു. ഇതൊക്കെ നാളേക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ ലോക രാജ്യങ്ങളിൽ എല്ലായിടത്തും വന്ന പരിഷ്കാരങ്ങളാണ്. വയസ്സായ അമ്മമാരൊക്കെ വണ്ടി പോകുമ്പം വല്ല അസ്വസ്ഥ തലവേദനയൊക്കെ ആയിട്ട് വണ്ടി ചെയ്ത് പോകുന്ന ആളുകളെ തലയിലെ താഴെ കൊണ്ടുവച്ച് കീ എന്നിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ അത് എറണാകുളത്ത് പോയി നോക്കിയാൽ, എറണാകുളത്ത് കോഴിക്കോടൊക്കെ ഒന്ന് പോയി നോക്കൂ നിങ്ങൾ. ഞാൻ വെറുതെ പറയുന്നതല്ല. സ്കൂട്ടറിൽ പോകുന്നവരൊക്കെ പേടിച്ച് ജീവനും കൊണ്ട് ഓടെയാണ് ഹോൺ അടിച്ച് കേട്ടിട്ട്. ഹോൺ അടിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. മുൻപേ ഉള്ള ഉത്തരവാണ്, ഇപ്പോൾ വന്ന ഉത്തരവല്ല. ഇത്ര ഡെസിമലിന് മേലിൽ ഹോൺ അടിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വക്കീലെന്ന് അടിച്ചു വിടുന്ന കേട്ട്. ഇയാൾ ആര് പറഞ്ഞിട്ട് എടുത്തെന്ന് അതാ കോടതിയിൽ പോയി ചേരാനല്ല, ഞാൻ എടുക്കും. കാരണം ചെവിക്കല്ല് അടിച്ച് പൊട്ടിക്കുകയാണ് ആൾക്കാരെ.
മാത്രമല്ല റെക്കലസ് ഡ്രൈവിങ്ങിന് ഈ ഹോൺ ഉപയോഗിക്കുകയാണ്. ഭയങ്കരമായിട്ട് റഷ് ചെയ്ത് കയറാൻ വേണ്ടി ഹോൺ അടിച്ച് ഇടയിൽ കൂടെ കയറിയാണ്. ഇടത്തുവശത്തൂടെയൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറിയാണ്. അത്തരം പെർമിറ്റുകൾ റദ്ദാക്കും, അത്തരം ലൈസൻസുകൾ. ഇന്നലെ കൊല്ലത്ത്, ഇപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, ഇന്നത്തെ ഏതോ മാധ്യമത്തെ ഞാൻ കണ്ടു, കൊല്ലത്ത് പാർട്ടി പരിശോധിച്ചപ്പോൾ ലൈസൻസ് ഇല്ലാത്തവന്മാരെ പ്രൈവറ്റ് ബസ് ഓടിക്കുന്നത്. ലൈസൻസേ ഇല്ല, ഏത് സ്കൂട്ടർ ഓടിക്കാനുള്ള ലൈസൻസ് പോലും ഇല്ല, അവനാണ് ബസ് ഓടിക്കുന്നത്. ആളുകൾ അടിച്ചു കൊല്ലുന്നതിൽ അത്ഭുതപ്പെടാനുണ്ട്. അത് പറ്റൂല. കാരണം ഈ റോഡിൽ പോകുന്ന ഓരോ ജീവനും വിലയുണ്ട്. അത് നേരിടും. ഇത്രയും സന്തോഷമൊക്കെ നടന്നെങ്കിലും നിങ്ങൾ ജനങ്ങൾക്കൊരു സമ്മാനം കൊടുക്കണം. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഗവൺമെൻറ്റോ അല്ല. അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഹാപ്പി ലോങ് ലൈഫ് കാർഡാണ് ഇന്ന് നമ്മൾ റിലീസ് ചെയ്യുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് കീമോ, റേഡിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ പലരും എന്നെ സമീപിക്കാറുണ്ട്. സാറേ, ഡോക്ടർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, വണ്ടിക്കൂലി കാശില്ല. ഇത് ഞാൻ ഒരുപാട് കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തനാപുരം ജീവനം ക്യാൻസർ സെൻറ്ററിൻ്റെ സൊസൈറ്റിയുടെ നേതാവായ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള ബിജു എന്നോട് പറഞ്ഞു, സാറേ പഴയ ഒരു ഉത്തരവുണ്ട്, ഒന്നും കിട്ടുന്നില്ല, സിറ്റി ബസ്സിനകത്ത് മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി ഒരു ഉത്തരവുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ ഉത്തരവ് വായിച്ചു. ഞാൻ പ്രമോദ് ശങ്കറുമായിട്ടിരുന്നു. ഇത് ഇവർക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനമല്ല, ഇടതുപക്ഷ ജനാധിപത്യം കൊടുക്കുന്ന സമ്മാനമല്ല, നിങ്ങൾ KSRTC ജീവനക്കാർ നൽകുന്ന സമ്മാനമാണ്. നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. ഇന്നീ കൊടുക്കുന്ന കാർഡ് ഒരു രോഗി എന്ന പേര് അതിനകത്തില്ല എവിടെയും. അതിൽ പറയുന്നത് ഹാപ്പി ലോങ് ലൈഫ്. ഞാനിത് പറഞ്ഞ് നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ട് ഓഫീസിൽ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഇതിനെ ഒരു രോഗി എന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ രോഗത്തിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരാൾ ക്യാൻസർ രോഗിയായി മാറി എന്ന് പറയുന്നത് എത്ര വലിയ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ആദ്യം മാനസികമായി ആ കുടുംബം തളരും. മാനസികമായി ആ വിവരം അറിയുന്ന ദിവസം മാനസികമായ വ്യക്തി മാത്രമല്ല, ആ കുടുംബവും ബന്ധുക്കളും അച്ഛനമ്മമാരും ഭാര്യയും മക്കളും എല്ലാം തകർന്ന് ഇരിപ്പണമാവും. പക്ഷെ ജീവൻ രക്ഷപ്പെടും ചികിത്സിച്ച് കഴിയുമ്പോൾ. പക്ഷേ അതല്ല നമ്മുടെ മനസ്സിലുള്ള ധാരണ. എല്ലാം പോയി എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചികിത്സിക്കും, നമ്മളതിന് രക്ഷപ്പെടും, അതിന് ചികിത്സയുണ്ട്, രക്ഷപ്പെടും, ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാകുന്ന പണം വെച്ച് നോക്കിയാൽ സാമ്പത്തികമായ കുടുംബം പാടിയെ തകർന്നിരിക്കും. താമസിക്കുന്ന വീട് വരെ വിൽക്കേണ്ടി വന്ന ഒരുപാട് പേര് എനിക്കറിയാം. ചെറിയ കൂടിൽ 2 സെൻറ്റിൽ ഇരിക്കുന്നൊരു ചെറിയ വീടാണ്, അതുവരെ വിൽക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടുള്ളവരുണ്ട്. സമ്പത്തുള്ളവർക്കും ഇത് ബുദ്ധിമുട്ടാണ്, സമ്പത്തില്ലാത്തവർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർക്ക് യാത്ര, നമുക്ക് വരെ അവർക്ക് പൈസ കൊടുത്ത കായ്ക്കാനൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. നമ്മുടെ ബസ്സുകളിൽ ഒരുപാട് സീറ്റ് ഒഴിഞ്ഞു കിടക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാ കണക്കെന്നും നോക്കുന്നവനാണ്. 2 സീറ്റ് ഒരു ബസ്സിൽ ഒരു ദിവസം പോയത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ എവിടെ നിന്ന്, ഇപ്പോൾ കോഴിക്കോടുള്ള ഒരാൾ ഉദാഹരണം പറയാം, മൂവാറ്റുപുഴ വന്ന് താമസിക്കണം മകളോടൊപ്പം, എറണാകുളത്ത് ലേക്ക് ഷോറിലാണ് അവർക്ക് ചികിത്സിക്കേണ്ടതെങ്കിൽ പ്രൈവറ്റോ ഗവൺമെൻറ്റോ ഒന്നും നോക്കുന്നില്ല, സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വണ്ടികളിൽ അവർക്ക് കൺസെഷൻ അനുവദിക്കുകയാണ്. അത് അനുവദിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഗണേഷ് കുമാറിൻ്റെ ഔദാര്യമല്ല, ഗവൺമെൻറ്റിന് ഇത് KSRTC ജീവനക്കാരായ നിങ്ങൾ ഈ സമൂഹത്തിലെ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന സമ്മാനമായിട്ട് നിങ്ങൾ ഇതിനെ കാണാം. ഞാൻ പറയുകയാണ്, നിങ്ങൾ കാണാം. കാരണം നിങ്ങളെ ഒരു വലിയ നേട്ടം കൈവരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ നമ്മളെ സഹായിച്ചു. KSRTC മുന്നോട്ട് വളർന്നു കയറാൻ ജനങ്ങൾ നമുക്ക് പിന്തുണ തരുന്നു. ആ ജനങ്ങളോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഓസിന് സാധാരണ ഒരു കൺസെഷൻ ഒരു മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ സർക്കാരിൻ്റെ കാശിൽ എടുത്തടിച്ചേക്കാൻ തേങ്ങ എന്നല്ല, ഇതിനെനിക്കൊരു കണക്കൂട്ടലുണ്ട്. ഇത് രോഗികൾ ആവശ്യത്തിന് അല്ലാതെ ഉപയോഗിക്കില്ല, അവരെ ആ യാത്രയ്ക്ക് ഉപയോഗിക്കും. അല്ലാതെ ഉപയോഗിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവാലിഡ് ആവും. അത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് ഇത് ചെയ്യുന്ന പറയാൻ കാര്യം, ഈ സാധനം അടിക്കുന്ന തിരുവനന്തപുരത്താണ്. അപേക്ഷ ഓൺലൈനിലാണ്. ഒരാളും ഒരു ഓഫീസിൽ കയറി ഇറങ്ങണ്ട. ഡോക്ടറെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യുക. ഇവിടെ നിന്ന് ഈ സാധനം അടിച്ചതിന് ശേഷം ഇപ്പോൾ കൊട്ടാരക്കരയാണെങ്കിൽ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ കൊറിയർ വഴി എത്തിക്കും സൗജന്യമായി. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു സന്മനസ്സുള്ള ജീവനക്കാരനോ ജീവനക്കാരിയോ ഈ പേഷ്യൻറ്റിൻ്റെ അഡ്രസ്സ് കണ്ടെത്തി അവരെ വീട്ടിൽ കൊണ്ടുകൊടുത്ത് കൈപ്പറ്റിയിരിക്കുന്നു എന്നൊരു രസീത് ഒപ്പിട്ട് വാങ്ങിച്ച് തിരിച്ചു തരും. ഏത് അവരെ ചിലവില്ല. അതായത് വീട്ടിൽ പോകുന്ന വഴിക്ക്, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് ബൈക്കിൽ പോകുമ്പോൾ ആ വീട് കണ്ടെത്തി അവിടെ നിന്ന് നിർത്തി അവിടെ ഉള്ള ഒരാൾ, അത് KSRTC ജീവനക്കാരുടെ സന്മനസ്സാണ്. ജീവനക്കാരിത് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പറയാം. അല്ലാതെ നിങ്ങൾ കൊണ്ടുകൊടുക്കാൻ 100 രൂപ തരാമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഫ്രീ ആയിട്ട് നമ്മളെ ജീവനക്കാരെ എനിക്കറിയാം. അതിന് മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ എത്തിക്കും, വീട്ടിൽ കൊണ്ടുകൊടുക്കും. വീട്ടിൽ കൊണ്ടുകൊടുത്ത് ഒപ്പിടും. അവരൊരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കില്ല. ഇപ്പോൾ അതിനകത്ത് ഞാൻ പ്രമോദന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എറണാകുളത്ത് ഇറങ്ങിയിട്ട് ലേക്ക് ഷോറിലേക്കാണ് പോകേണ്ടതെങ്കിൽ അങ്ങോട്ട് പഞ്ച് ചെയ്ത് പോകാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ കൺസെഷൻ കൊടുക്കുന്നില്ല, കുട്ടികളെ കൺസെഷൻ കൊടുക്കുന്ന ഒരു ബസ് ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് സ്കൂളിൽ പോകാൻ കൊടുക്കുന്ന പോലെ അവർക്കത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഇതൊരു പാസ്സല്ല, ഇതൊരു ഓസല്ല, ഇതൊരു ഔദാര്യമല്ല. ഇത് നമ്മൾ ചെയ്യുന്നൊരു KSRTC അതിൻ്റെ മികവിനോടൊപ്പം അത് ചെയ്യുന്നൊരു ജീവകാരുണ്യ പ്രവർത്തനമായി നമ്മൾ അതിനെ കാണുന്നു. അല്ലാതെ നമ്മൾ ഇതുകൊണ്ട് എത്ര പൈസ പോകുന്നുണ്ട് നിങ്ങൾ കണക്കൊക്കെ ഇപ്പം കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ കണക്ക് കിട്ടും.
പേടിക്കേണ്ട. ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ എത്ര കണക്ക്. ഇന്ന് നമ്മൾ 2 പേർക്കാണ് ഇത് കൈമാറുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ജീവനക്കാരുടെ ഒരു പ്രശ്നമാണ്. ആദ്യം സ്ത്രീകളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ സഹോദരിമാരുടെ, നമ്മുടെ ജീവനക്കാരുടെ, സ്ത്രീകളുടെ ഒരു ക്യാൻസർ ടെസ്റ്റ് നടത്താൻ പ്രമുഖ ഓങ്കോളജിസ്റ്റായിട്ടുള്ള ഗംഗാരൻ ഡോക്ടർ, അദ്ദേഹമായിട്ട് വളരെ അടുത്ത് സംസാരിക്കുകയും ജീവനം ക്യാൻസർ സൊസൈറ്റിയാണ് അതിനെ മുൻകെടുത്തത്. അവർ തന്നെയാണ് ആദ്യം സംസാരിച്ചത്. അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയുടെ പേരിലുള്ള വാഹനം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ അടക്കമുള്ള ക്യാൻസറിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പ്രിയപ്പെട്ട സഹോദരിമാർ മുന്നോട്ട് വരണം. ഭയന്ന് മാറി നിൽക്കരുത്. ഞാൻ പറയാം, ഭയന്ന് മാറി നിൽക്കരുത്. ഭയന്ന് മാറിക്കുന്നതിന് അപകടമുണ്ട്. ഈ രോഗം തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്നതാണ്. ആ രോഗം കണ്ടെത്താനുള്ളൊരു അവസരം, കണ്ടെത്തിയാൽ ചികിത്സിക്കാം. അതിന് പണമുണ്ടോ എന്ന കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ മുമ്പിൽ, ഞാൻ ദൈവവിശ്വാസിയാണ്, നമ്മുടെ മുമ്പിൽ ദൈവം അതിനൊരു വഴി തുറന്നു തരും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനിയുടെ CSR ഫണ്ട് അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം എന്നോട് ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുന്നത്. അവർക്ക് ഒരുപാട് നല്ല കോൺടാക്ട്സ് ഉള്ളവരാണ്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും IAS-കാരും അങ്ങനെയുള്ള ആൾക്കാരും എന്നോട് പേഴ്സണൽ ബന്ധമുള്ള ആൾക്കാരാണ്. നമുക്ക് വെളിയിലുള്ള ബിസിനസ്സുകാരും പ്രവാസികളും ഒക്കെ ഉണ്ട്. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. അവരെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് വരും. നമ്മൾ അത്തരത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ ഒരു സഹോദരിക്ക് ചികിത്സിക്കാൻ പണമില്ലാതെ, KSRTC ജീവനക്കാരി ഒരു സഹോദരിക്ക് ചികിത്സിക്കാൻ പണമില്ലാതെ വന്നാൽ അത് കണ്ടെത്താൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കണം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിസ്സാരമായിട്ട് കണ്ടെത്താൻ ഞാൻ ടെക്നിക്ക് പറഞ്ഞുതരാം. നമ്മൾ ഇത്രയും ജീവനക്കാരുണ്ട്, 23,000 ജീവനക്കാരുണ്ട്. അതിലൊരു 15,000 ജീവനക്കാർ ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ, നമ്മളെ ഒരു സഹോദരിക്ക് സുഖമില്ല, ചികിത്സിക്കാൻ ഇത്ര രൂപ വേണം, ഒരു വാട്സാപ്പ് മെസ്സേജിലൂടെ നിങ്ങൾ Google Pay വഴി ഒരു 100 രൂപ അയച്ചു തന്നാൽ കോടികൾ നമുക്കുണ്ട്. ഒരു അസുഖം, ഇത്ര അസുഖമുണ്ട്, നമ്മൾ 100 രൂപ ഒരു മാസം ഉണ്ടെങ്കിൽ മാത്രം, ഇന്ന സഹോദരിക്ക് അസുഖമുണ്ട്, ചികിത്സിക്കണം, അവർക്ക് ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞാൽ 50 രൂപയോ 100 രൂപയോ നിങ്ങൾ Google Pay ചെയ്താൽ നമ്മൾ എന്തെല്ലാം കാര്യത്തിന് കളയുന്നു? മുല്ലപ്പൂ വാങ്ങിക്കാൻ കളയുന്നില്ലേ? അത് കളയല്ല, നല്ലതാണ്, വയ്ക്കണം, മുല്ലപ്പൂ വയ്ക്കണം, നല്ലത് തന്നെ. പക്ഷേ അതുപോലെ വിചാരിച്ചാൽ മതി. ഒരു മുല്ലപ്പൂ വാങ്ങിക്കാൻ നമ്മൾ ചിലവാക്കിയെന്ന് വിചാരിച്ചാൽ മതി. 50 രൂപയോ 100 രൂപയോ ഒരു GPay ചെയ്ത് കൊടുത്താൽ ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് വരികയും അത് എടുത്ത് നമുക്ക് ഈ രോഗം പരിഹരിക്കാം. ആ അക്കൗണ്ടിലേക്ക് പ്രവാസികളെ കൊണ്ട് സംഭാവന ചെയ്തു തരാം. ഞാൻ ചെയ്തു തരാം. കോടികൾ സംഭാവന ചെയ്തു തരാം. ഞാനൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ സ്വഭാവക്കാരനല്ല. എല്ലാം സംഭാവന ചെയ്ത് അങ്ങോട്ട് മാറ്റിട്ട് തരാം. ആദ്യം നമ്മൾ കൊടുക്കും. നിങ്ങൾ ആശങ്ക വേണ്ട. ഇപ്പം മേളിൽ ഇരുന്നപ്പോൾ മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, ഇതിനൊരു വഴി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഈ മൈക്കിൻ്റെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് മേളിൽ നിന്ന് ദൈവം എനിക്കൊരു വഴി പറഞ്ഞു തന്നു. ആ വഴിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ വഴി രണ്ടും നല്ലതല്ലേ? നമ്മളൊരു സംഖ്യ ശേഖരിക്കുന്നു, ഞാനടക്കം ഒരു Google Pay ചെയ്യുന്നു ഇങ്ങനത്തെ അവസരത്തിൽ. അതുകൊണ്ട് ഭയപ്പെടേണ്ട. രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാം. കാണാതെ ഒളിച്ചുകൊണ്ട് നടക്കരുത്. കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ശ്രീവിദ്യ എന്ന വലിയ കലാകാരി, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ക്യാൻസർ ഉണ്ട് എന്നൊരു ഡോക്ടർ സംശയമാണ്. അപ്പോൾ അവർ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാറുന്ന അവർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ എസ്കേപ്പ് ചെയ്യണം. അത് അവരെ കുഴപ്പമല്ല. ഏതൊരു മനുഷ്യനും ഈ രോഗമുണ്ടോ എന്ന് സംശയം തോന്നിയാൽ കഴിയുന്നതും പരിശോധിക്കാതെ അങ്ങ് പോകാൻ നോക്കും. ഇല്ലെന്ന്, ഉണ്ടെന്നറിഞ്ഞാൽ ഞെട്ടണ്ട. ഉണ്ടെന്നറിഞ്ഞാൽ ചികിത്സിച്ച് ഭേദപ്പെടുത്താം. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും പറഞ്ഞു, ഇന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഡ്രൈവ്. ഇതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഇതിൽ ധൈര്യത്തോടെ നിങ്ങൾ ഇതിനെ അഭിമുഖീകരിക്കും. അതിനെങ്ങനെ നേരിടാം എന്നുള്ള കാര്യം നമ്മൾ പദ്ധതി ഉണ്ടാക്കും. അതിനെപ്പറ്റി ആശയമില്ല. എൻ്റെ പൈസ ഇല്ലല്ലോ, ഞാൻ ഇനി കണ്ടെങ്കിൽ സുഖമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനെപ്പറ്റി വിഷമിക്കണം. ആ ചാപ്റ്റർ മറന്നേക്കും. നിങ്ങൾ മാക്സിമം എല്ലാവരും പരിശോധനയിൽ പങ്കെടുക്കുക. മാക്സിമം ആർക്കും തന്നെ ഈ രോഗമില്ല എന്നറിയുന്ന സന്തോഷം നമുക്ക് പ്രഖ്യാപിക്കാം. 0 ക്യാൻസർ ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കണം. ഇത് KSRTC. അതിലേക്ക് നമ്മൾ പോകണം. തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു രോഗമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരു ഡ്രൈവ്, നമ്മൾ അതിനൊരു ഡ്രൈവ് വയ്ക്കുകയാണ്. പിന്നെ പുരുഷന്മാരിലേക്ക് ഈ പരിശോധന വരും. ഇവിടെ ഒരു മെഡിക്കൽ സെൻ്റർ ഇവിടെ വന്നിട്ട് ആ മെഡിക്കൽ സെൻ്ററിൽ ഡെൻ്റൽ, ഓർത്തോ, ഓരോ ദിവസം ഓരോ ഡോക്ടറാണ്. കണ്ണ്, പിന്നെ ഹാർട്ട്, കാർഡിയോളജി, ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെക്കപ്പ് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള സംവിധാനം ഈ ഡ്രൈ ആയി വരുന്ന മെഡിക്കൽ സെൻ്ററിൽ ഉണ്ടാകും. അവിടെ എല്ലാ ടെസ്റ്റുകളും, രക്തപരിശോധനകളെല്ലാം തന്നെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ജീവനക്കാർക്ക് ചെയ്തു തരും. രാജീവ് ഗാന്ധി സെൻറ്ററുമായി ചേർന്ന്, സെൻറ്റർ ഫോർ ബയോടെക്നോളജിയാണ് ചേർന്നാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചുകൂടി സ്ഥലം കൊടുത്താൽ ഒരു സ്കാനിങ് മെഷീൻ കൂടി അവർ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും KSRTC ജീവനക്കാർക്ക് വലിയ കൺസെഷൻ സ്കാനിങ്ങിന് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആരോഗ്യവും വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഭാവിയും വളരെ നല്ലതാണ്. അതെല്ലാം എന്ത് വേണം? ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാം. KSRTC എന്ന ചുവര് വേണം. ആ ചുവര് അഴുക്കാകാതെ നോക്കേണ്ടത് നിങ്ങളാണ്. ആ ചുവരിനെ അഭിമാനകരമായി ഉയർത്തിപ്പിടിക്കണം. ഞാൻ ഇന്ന് പറയായിരുന്നു, KSRTC ആദ്യമായി, നിങ്ങൾ 2002 ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ
വോൾവോ ബസ് വാങ്ങുന്ന എയർ കണ്ടീഷൻ ചെയ്ത വോൾവോ ബസ് ആദ്യമായി വാങ്ങുന്ന KSRTC എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങുന്ന വോൾവോയുടെ സ്ലീപ്പർ ബസ് പ്രൈവറ്റുകാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ്. ആദ്യമായി വാങ്ങുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ്. വണ്ടി റെഡിയാണ്. വണ്ടി 2 ദിവസത്തിന് അവിടെ എത്തും. ആദ്യമായി ആ മോഡലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങുന്ന സ്ലീപ്പർ വോൾവോ ബസ്, ഏറ്റവും ലേറ്റസ്റ്റ് വോൾവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി വാങ്ങുന്ന ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണ്. നമ്മളൊന്നിനും പുറകോട്ടല്ല. ഇപ്പം നമ്മളെ വണ്ടി കാണുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അസൂയ. മൂകാംബികയ്ക്ക് കൊട്ടാരക്കരയിൽ നിന്ന് പോയ വണ്ടി അവിടുത്തെ ട്രാൻസ്പോർട്ടുകാർ പിടിച്ചങ്ങ് കെട്ടി. അവിടെ കണ്ടക്ടറെ വിളിച്ചുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. കണ്ടക്ടറെ വിളിച്ച് മുറിയിൽ കൊണ്ടുവന്ന് കന്നഡയിലാണ്ടൊക്കെ എഴുതിയിട്ട് അടിയിൽ ഒപ്പിടാൻ പറഞ്ഞു. അയാൾ പറഞ്ഞ് എൻ്റെ മന്ത്രി പറയാൻ ഇടാന്ന് പറഞ്ഞു. കൊട്ടാരക്കരയിൽ നിന്ന് പോയ ഡ്രൈവറാണ്. അയാൾ പറഞ്ഞ് എൻ്റെ മന്ത്രി പറയണം ഇടാന്ന് പറഞ്ഞു. അപ്പോൾ ഇട്ടില്ല. ഇവിടെ നമ്മൾ കണ്ണൂർ. അപ്പോൾ അവിടെ നിന്ന് വിവരം കിട്ടി. അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു, എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു കണ്ടക്ടർ. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് വിളിച്ചു. കോഴിക്കോട് ഒരു കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വണ്ടി എടുക്കുന്നുണ്ട്, അതിക്ക് പിടിച്ചു. അതിൻ്റെ കണ്ടക്ടറെ ഇത് മലയാളത്തിൽ എഴുതിയിട്ട് ഒപ്പിടാൻ പറഞ്ഞു. അവിടെ എവൻ ഇവിടെ ഒപ്പിടുന്നതിന് മുമ്പേ മറ്റേ ആളെ വിട്ടു. അപ്പോഴേ വിട്ടു. കാരണം ഇവിടെ പിടിച്ചു. അടിക്കടി അതിന് വേറെ മരുന്നില്ല. ഏതാ നമ്മളെ വണ്ടി കണ്ടപ്പോൾ പ്രൈവറ്റ് ബസ്സാണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ പുതിയ വണ്ടി കണ്ടിട്ട് കുശുമ്പാണ്. മറ്റുള്ളവർ കുശുമ്പാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് കണ്ടാൽ കുശുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് വണ്ടി ഒപ്പിടാൻ പറഞ്ഞു. അയാൾ ഇടില്ല എന്ന് പറഞ്ഞു. എൻ്റെ മന്ത്രി പറഞ്ഞു ഇടത്ത്. എന്നാലും ഇടത്തുള്ളൂ. ഒട്ടും വിട്ടില്ല. ഒട്ടാക്കരക്കാരനെ. അപ്പോൾ മന്ത്രി പറയാതെ ഇടില്ല. അപ്പം വെച്ചോണ്ടിരുന്നു. അപ്പോൾ ഇവിടെ കോഴിക്കോട് വണ്ടി പിടിച്ചു. ഇവിടെ ഈ മലയാളത്തിലൊരു സാഹിത്യം തയ്യാറാക്കിയിട്ട് ഒപ്പിടാൻ പറഞ്ഞു. അപ്പോൾ അവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവനക്കാരെ ഒരു കാര്യം എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ മന്ത്രിയായിട്ട് വന്നതിന് ശേഷം ജീവനക്കാരനെ അടിച്ച ഒരുത്തനെയും റിമാൻഡ് ചെയ്യാതെ വിട്ടിട്ടില്ല എന്ന് ഓർത്താൽ എവിടെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? KSRTC ജീവനക്കാരനെ കയറി അടിച്ച് എറണാകുളത്ത്, തൃപ്പൂണിത്തറ ഇവിടെ അടിച്ചിട്ടുണ്ട്. എല്ലാവരും ഞാൻ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ജീവനക്കാർ സുരക്ഷിതരാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളൊന്ന് കൂടെ നിന്നാൽ മാത്രം മതി. ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക. പിന്നെ ഞാൻ പറഞ്ഞ് കൺട്രോൾ റൂമൊക്കെ തുറക്കുമ്പോൾ ഇപ്പുറത്ത് ഫോണും വെച്ച് ഒരാൾ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. അതങ്ങ് നിർത്തിയേക്കണം. കാരണം എന്താ പറയുക, ഞാൻ മന്ത്രിസ്ഥാനം വിട്ട് പോയി കഴിയുമ്പോൾ വേറെ ആരെങ്കിലും വരുമ്പോൾ പറയും ഈ എഴുതുന്നതാണ് ഗംഭീരം എന്ന് പറഞ്ഞിട്ട് നേരെ ഇത് ഈ കമ്പ്യൂട്ടറെല്ലാം അടച്ചിട്ടേച്ചില്ല എഴുതുന്നതിലോട്ടൊക്കെ പോകും. അത് വേണ്ട. അതിപ്പോഴേ അങ്ങ് അവസാനിപ്പിച്ചേക്കണം. അതുപോലെ ഈ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പണ്ട് പച്ച ബസ്സൊക്കെ കൊണ്ടുവന്നു. കഥകളി തലയൊക്കെ ഉള്ള സാബൂസുകളിലൊക്കെ വരച്ച് നല്ല പുതിയ ബസ് കൊണ്ടു. ഒരു ദിവസം പെട്ടെന്ന് ഏതോ ഒരു മന്ത്രിക്ക് ഉപദേശം കൊടുത്താറുണ്ട്. പിന്നെ എല്ലാം ചുമപ്പടിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം ചുമപ്പടിച്ച് തിരിച്ച് 30 കൊല്ലം നമ്മുടെ പുറകോട്ടുണ്ട്. ഇപ്പം നമ്മൾ 40 കൊല്ലം മുമ്പോട്ട് കയറി നിൽക്കുകയാണ്. അത് പുറകോട്ട് കൊണ്ടുപോരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല. പിന്നെ മിനി ബസ് കട്ട് ചെയ്ത് ഇപ്പോൾ മിനി ബസ് വീണ്ടും വന്നു. എല്ലാവർക്കും ഡിമാൻഡ് അതിനാണ്. ഏറ്റവും ഡിമാൻഡ് MLA-മാർക്കാരും ജനപ്രതിനിധികൾക്ക് നാട്ടുകാർക്ക് ഡിമാൻഡ് മിനി ബസ്സിനാണ്. ഇതിനെ പണ്ട് അടച്ചു. നല്ല നീല ഉടുപ്പും നല്ല നീല പാൻറ്റുമായിരുന്നു. ആരാണ് പറഞ്ഞു കൊടുത്തത്? കാക്കിയാണ് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാക്കി വേണ്ട, ഈ മുദ്രയില്ലാത്ത കാക്കി ക്ലീനിങ് സ്റ്റാഫിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുദ്രയില്ലാത്ത കാക്കി ഇടരുത്, മറ്റേ മതി. അപ്പോൾ കാക്കി വേണമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോഴേ കാക്കി ആക്കിയെന്ന് ആയിട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും കാക്കിയുടെ യോഗ്യതയില്ല. കാക്കിയിൽ നിന്ന് പുറമോട്ട് പോകണം എന്ന് ഞാൻ CMD-യോട് പറയണം. കാക്കി വേണ്ട, മുദ്രയുള്ള കാക്കിക്കേ വിലയുള്ളൂ. മുദ്രയില്ലാത്ത കാക്കിക്ക് ഒരു വിലയില്ല. അതുകൊണ്ട് മുദ്രയില്ലാത്ത കാക്കി വേണ്ട. നല്ല കളറിലേക്ക് പോവുക. അതിന് CMD നടപടി എടുക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾ ഇതിവിടെ പറയണമല്ലോ. എല്ലാം നമ്മൾ പല പല വേലകളാണ്. ആളുകളെ വണ്ടിക്കകത്തോട്ട് ആകർഷിക്കട്ടെ. നമ്മുടെ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം. നമ്മുടെ ഹയർ ക്ലാസ് വണ്ടി അടുത്ത 6 മാസത്തേക്ക് നമ്മുടെ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ടക്ടറെ ഗിഫ്റ്റ് കൊടുക്കും. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് ബലൂണുണ്ട്. ഇതിനകത്തൊരു ബുക്കുണ്ട്. പടം വരച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വണ്ടി ഇരുന്ന് പടം വരയ്ക്കാനാണ്. ക്രയോൺസ് വരയ്ക്കാനുള്ള ക്രയോൺസ് ആണ്. ഊതി വിർപ്പിച്ചാൽ ഐ ലവ് KSRTC എന്ന് കാണിക്കുന്ന ബലൂൺ. ഇങ്ങനെ 4-5 മുട്ടായി ടിഷ്യൂ പേപ്പർ. അമ്മയ്ക്കും കുഞ്ഞിനും ഉപയോഗിക്കാം. ടിഷ്യൂ പേപ്പർ അച്ഛനും ഉപയോഗിക്കാം. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇത് സ്പോൺസർഷിപ്പാണ്. എസ്ക്രോസ് എന്ന കമ്പനിയാണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത്. 6 മാസത്തേക്കുള്ള സാധനം അവർ തരും. ഇനി അടുത്ത് വേറെ ഉണ്ട് ഒരു ഹോസ്പിറ്റൽ, വലിയത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കിംസ് വലിയത്ത് കരുനാഗപ്പള്ളി ഹോസ്പിറ്റലുണ്ട്. അവരൊരു കൂപ്പൺ തരികയാണ്. അത് KSRTC യാത്ര ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്കും കൊടുക്കും. ക്യാൻസർ പരിശോധന സൗജന്യം. അതിനെ തുടർന്നുള്ള സ്കാനിങ് അടക്കമുള്ള എല്ലാ ചികിത്സയ്ക്കും പകുതി പൈസയ്ക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം MD-ക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വരാമെന്ന് അറിയാമോ, ഈ TV-യും ഫ്രിഡ്ജും ഒക്കെ വിൽക്കുന്ന കടകളില്ലേ, ഇവരെ കൂപ്പണും KSRTC കൂടെ വിൽക്കും. KSRTC യാത്രക്കാർ കൊണ്ടുവരുന്ന കൂപ്പണിന് 10% ഡിസ്കൗണ്ട്. എങ്ങനെയുണ്ട് അടുത്ത പരിപാടി? ആളുകളുടെ അടുത്ത പരിപാടി ഇതാണ്. കമ്പനികളുമായിട്ട് സംസാരിക്കാൻ പോവേ. കാരണം ഈ ഓക്സിജനൊക്കെ ഉണ്ട് എല്ലാവരും. അപ്പോൾ ഒന്നുമില്ല, അവർക്ക് കച്ചവടം നടക്കും. നമ്മളെ വണ്ടി പോകുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കും. ഈ കൂപ്പൺ കൊണ്ട് ചെന്നാൽ 10% ഡിസ്കൗണ്ട്. അപ്പോൾ KSRTC യാത്ര ചെയ്താൽ ഡിസ്കൗണ്ട് ഉണ്ട്. മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്, TV വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്, ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്.
അപ്പോൾ അത് ആലോചനയിലുണ്ട്. ഏതായാലും ഒരു ചികിത്സ വന്നിട്ടുണ്ട്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ മുഴുവൻ അത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ക്യാൻസർ ഡിറ്റക്ഷനുള്ള 2 പരിശോധനകൾ ഫ്രീ ആയിരിക്കും. കണ്ടെത്തി കഴിഞ്ഞാൽ സ്കാനിങ് അടക്കമുള്ള ഒരു പകുതി പൈസ. BPL കാർഡും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വളരെ പാവപ്പെട്ടവരാണെന്ന് കണ്ടാൽ ചികിത്സയിൽ അതിഗംഭീരമായ സൗജന്യം കൊടുക്കാമെന്നാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിൽ. അപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ പറന്ന് വരും. അങ്ങനെ നമ്മൾ ഈ വണ്ടിയിൽ പോകുന്ന മാത്രമല്ല, നമ്മൾ വലിയൊരു സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗം കൂടിയായി KSRTC മാറും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ജീവനക്കാരായ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പദ്ധതികൾ നമ്മൾ ഈ എവറസ്റ്റ് കീഴടക്കിയിട്ട് പുറകോട്ട് മാറും. അതിനിടയ്ക്ക് ആരും പുറകോട്ട് വന്ന് നോക്കരുത്, വിടില്ല, ആരെയും വിടില്ല. എല്ലാവരും നമ്മളെല്ലാവരും ഒത്ത് ഒന്ന് എവറസ്റ്റ് കീഴടക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകും. നിങ്ങളുടെ ഓരോരുത്തരെയും സഹകരണം വേണം. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ സെക്രട്ടേറിയറ്റ് ഒന്ന് കണ്ടാൽ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. അതുകൊണ്ട് ഒരാശങ്കം വേണ്ട. ജീവനക്കാരെ ദ്രോഹിക്കുന്ന, ജീവനക്കാരെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ നോക്കുന്ന കാര്യങ്ങൾ ചെയ്യില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഔദ്യോഗിക രഹസ്യങ്ങളൊന്നും വെളിയിൽ പറഞ്ഞു കൊടുക്കാതെ അവനവൻ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്ത് സന്തോഷമായി. അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ആഫീസിൽ ജോലി ചെയ്യുമ്പോൾ പല രഹസ്യങ്ങളും നിങ്ങൾ അറിയും. അത് ഒന്നും ഒരു കുഴപ്പം വരത്തില്ല. കമ്പ്യൂട്ടറൈസേഷൻ വന്നു, എല്ലാവരുടെയും ജോലി ഭാരം കുറയ്ക്കും. ഈ ടിക്കറ്റ് എഴുതുന്നിടത്ത് പോലും 3 ബുക്കിൽ എഴുതണം. അപ്പോൾ അത് ഒഴിവാക്കുകയാണ്. പ്രിൻ്റ് ഔട്ട് മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ടിക്കറ്റ് കളക്ട് ചെയ്യുന്ന ടിക്കറ്റ് ആൻഡ് ക്യാഷ്. അതുപോലെ കുഞ്ഞുങ്ങളെ കൺസെഷൻ അവിടെ ഇവിടെയൊക്കെ എഴുതണമായിരുന്നു. ഒന്നും വേണ്ട, കമ്പ്യൂട്ടറിലാക്കി അതെല്ലാം ആവശ്യമില്ലാത്ത രജിസ്റ്ററുകളും അതിനുള്ള എഴുത്തുകൾ ജോലിയുടെ നിന്നൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. ആവശ്യമില്ലാത്ത എഴുത്തുകൾ ഇനിയില്ല, എല്ലാം കമ്പ്യൂട്ടർ ആവുകയാണ്. അതെല്ലാം പ്രിൻ്റ് ഔട്ട് എടുക്കാം, നമ്മുടെ നമ്മൾ അതിൻ്റെ രേഖയാക്കി വയ്ക്കും. നിങ്ങളുടെ എഴുത്തുകുത്ത് പരമാവധി നമ്മളെ രക്ഷപ്പെടും. ഒരുപാട് ബുക്കുകൾ കീപ്പ് ചെയ്യുക, അതൊക്കെ നല്ലതല്ല. ഞാൻ ട്രേഡ് യൂണിയൻ നേതാക്കളും എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് ബുക്കുകൾ കീപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ നന്മകളും നേരും. നമ്മൾ 2 സഹോദരങ്ങൾക്ക് ഞാൻ ഈ ഹാപ്പി ലോങ് ലൈഫ് കാർഡ് കൊടുക്കുകയാണ്. ആ ലോങ് ലൈഫ് കാർഡ് എന്നുള്ള പേര് അന്വർത്ഥമാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല.